Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCRT class 9 previous year questions solved from circle measures. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് ലാസ്റ്റ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നൊക്കെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. If a circular shaped dining table has an area of 31,400 centimeter square, find its radius. അപ്പോൾ ഒരു സർക്കുലർ ഷേപ്ഡ് ഡൈനിങ് ടേബിൾ, അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏരിയ ഓഫ് ഡൈനിങ് ടേബിൾ ഇസ് ഈക്വൽ ടു, സർക്കിൾ ആയതുകൊണ്ട് ഏരിയ പൈ ആർ സ്ക്വയർ, ആൻഡ് അത് തന്നിരിക്കുന്നത് 31,400 ആണ് അതിൻ്റെ ഏരിയ തന്നിരിക്കുന്നത്. സോ വാട്ട് ഇസ് ആർ സ്ക്വയർ? റേഡിയസ് ആണ് കാണേണ്ടത്. ആർ സ്ക്വയർ ഈ പൈയിനെ ഇങ്ങോട്ട് എടുത്താൽ 31,400 ഡിവൈഡഡ് ബൈ പൈ. പൈ ഇസ് 3.14 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 31,400 ഡിവൈഡഡ് ബൈ 3.14 ഇസ് നമ്മൾ എത്ര മൾട്ടിപ്ലൈ ചെയ്യണം? 1, 2, 3, 4. അപ്പോൾ അതായത് 10,000 അല്ലേ? അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 സെൻറ്റിമീറ്റേഴ്സ്. Therefore r is equal to 100 centimeter, root of that. അപ്പോൾ r കിട്ടി. ഇനി എന്താ വേണ്ടത്? what will be its perimeter? Perimeter is equal to, perimeter of a circle, it is 2 pi r, and that is equal to 2 into 3.14 into radius is r 100. So multiplying we are getting 2 into 3.14 is 6.28 into 100, which is equal to 628 centimeter. അപ്പോൾ അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴോ 628 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 100 ചെയ്യുക. സോ ദിസ് ഇസ് ദ സെയിം ആസ്, അതൊന്ന് അറിയാൻ വേണ്ടി മാത്രം 6.28 മീറ്റേഴ്സ്. സെൻറ്റിമീറ്ററിൽ എഴുതുമ്പോൾ 628ഉം മീറ്ററിൽ എഴുതുമ്പോൾ 6.28ഉം. ഇനി നെക്സ്റ്റ് വൺ, ഇൻ ദ പിക്ചർ, ഇൻ ദ ഗിവൺ പിക്ചർ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇൻ ദ ഗിവൺ പിക്ചർ ഷോൺ 2 സെമി സർക്കുലർ ഷേപ്ഡ് അയൺ ബാർ ക്യാൻ ബി കട്ട് ഔട്ട്. അപ്പോൾ 2 സെമി സർക്കുലർ ഷേപ്ഡ് അയൺ ബാർ ക്യാൻ ബി കട്ട് ഔട്ട്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഫിഗർ തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റിമൈനിങ് ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഷെയ്ഡഡ്, ഇത്രയും ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ റെക്റ്റാങ്കുലർ ഷേപ്ഡ് ഫിഗറിൽ നിന്ന്, ഈ റെക്റ്റാങ്കുലർ ഷേപ്പിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 2 സെമി സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യണം. സോ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്താ? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 24ഉം ഈ ഹൈറ്റ് 14ഉം ആണ് തന്നിരിക്കുന്നത്. 24 സെൻറ്റിമീറ്റർ ആൻഡ് 14 സെൻറ്റിമീറ്റർ. സോ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, വിച്ച് ഇസ് ഈക്വൽ ടു ലെങ്ത് ഇസ് 24 ആൻഡ് ബ്രെഡ്ത്ത് ഇസ് 14, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 336 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ സെമി സർക്കിളിൻ്റെ ഏരിയ കാണണം. ദാറ്റ് ഈസ് ഏരിയ ഓഫ് 2 സെമി സർക്കിൾ. 2 സെമി സർക്കിൾ ഫോം ചെയ്തിട്ട് എന്താവും? ഒരു സർക്കിളാവും. ഏരിയ ഓഫ് 2 സെമി സർക്കിൾസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ സർക്കിൾ, ഏരിയ ഓഫ് 1 സർക്കിൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, ആൻഡ് ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ റേഡിയസ്. ആർ എത്രയാണ്? 6, റേഡിയസ് 7. So 7 into 7. That is equal to 49 pi. 49 pi ആണ് റേഡിയസ്. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ആ റിമൈനിങ് റീജിയൻ, ദ ഏരിയ ഓഫ് ദ റിമൈനിങ് റീജിയൻ. ഏരിയ ഓഫ് ദി റിമൈനിങ് റീജിയൻ is equal to area of the rectangle, area of the rectangle minus area of one circle.
which is equal to area of rectangle എത്രയായിരുന്നു 336 minus 49 pi. And 49 pi എന്ന് പറയുമ്പോൾ 336 minus 49 into 3.14 and 49 into 3.14 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 153.86. So 336 minus 153.86 which is equal to 182.14 centimeter square. അത്രയാണ് റിമൈനിങ് പാർട്ടിൻ്റെ ഏരിയ. ഇനി നെക്സ്റ്റ് വൺ, in the figure A, B, C and D are the points on the square which touches the circle. അപ്പോൾ ഇത് A, B, C and D are the points on the circle on the square which touches. ഈ സ്ക്വയർ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളാണ് A, B, C, D. If the radius of the circle is 6, റേഡിയസ് 6 ആണ്, അപ്പോൾ ഡയമീറ്റർ എന്തായിരിക്കും? റേഡിയസ് എന്ന് പറഞ്ഞാൽ പകുതി വരെയുള്ളത് അല്ലേ? അപ്പോൾ 6 ആണെങ്കിൽ ടോട്ടൽ എത്രയാണ്? 12. So AC is equal to 12 centimeter. What is the length of one side of the square? അപ്പോൾ one side of the square is equal to 12 centimeter. അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. One side of the square is equal to 12 centimeter. Then second question, find the area of the circle. Area of the circle is equal to pi into r square, that is pi into radius എത്രയാ? radius 6. So 6 square which is equal to 36 pi, that is 36 into 3.14 and that is equal to 36 into 3.14 is 113.04 centimeter square. And third sub question is to find, third one and what will be the area of the shaded portion. So area of the shaded portion is equal to area of the square minus area of the circle. That is equal to area of the square എന്ന് വെച്ചാൽ 12 square, സൈഡ് 12 ആയതുകൊണ്ട് 12 square which is 144 minus 113.04 which is equal to 30.96 centimeter square ആണ് area of the shaded portion. Then next one, in the sector ACB is the arc drawn by taking O as a center and OA as the radius. Find the area of the shaded region. So ആദ്യം നമ്മൾ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഇത് കാണണമെങ്കിൽ നമ്മൾ ഏരിയ ഓഫ് ദ സെക്ടർ കാണണം. ദറ്റ് ഈസ് ഏരിയ ഓഫ് ദി സെക്ടർ. ഏരിയ ഓഫ് ദ സെക്ടർ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 വിച്ച് ഇസ് ഈക്വൽ ടു റേഡിയസ് 7 ആണ്. സോ പൈ ഇൻറ്റു 7 സ്ക്വയർ ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 360 ആൻഡ് ഇത് 9 ഇവിടെ 4 ടൈംസ്. സോ 49 pi by 4 ആണ് ഏരിയ ഓഫ് ദി സെക്ടർ ആണ് 49 pi by 4. പിന്നെ നെക്സ്റ്റ് എന്താ അവിടെ കാണേണ്ടത്? നമ്മൾ നെക്സ്റ്റ് ഈ ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. സോ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. സോ ഏരിയ ഓഫ് right triangle AOB is equal to half into base into height. That's equal to 14 by 2 which is equal to 7. 49 by 2. 7 into 7 by 2. 7 into 7 is 49. 49 divided by 2 which is equal to 24.5. 24.5 centimeter square ആണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ. Therefore ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പാർട്ട്, ആ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ എന്താണ്? ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ ഈ ഫുൾ ഏരിയ ദറ്റ് ഇസ് 49 pi by 4 minus 24.5 and 49 pi by 4 എന്ന് വെച്ചാൽ 49 into 3.14 divided by 4 minus 24.5
ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 38.455 മൈനസ് 24.5 വിച്ച് ഇസ് ഈക്വൽ ടു 13.965 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണാനും അങ്ങനെയൊക്കെയാണ് ഈ പോർഷൻസിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ ഇപ്പോൾ ഒരു ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഏരിയയിൽ നിന്ന് ഇത്രയും ഭാഗം മൈനസ് ചെയ്യുമ്പോഴാണ്, ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കാണുക. അപ്പോൾ അതേപോലെ ഉള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്. സോ ഇങ്ങനെയുള്ളതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോസ് ഹു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ്, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.